അപ്പോൾ ഇന്നത്തെ ഓട്ടമൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പക്ഷെ നാളേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയാണ്. നമ്മൾ പല്ലടത്തേക്കുള്ള കിച്ചൺ ആക്സസറീസ്, ഹിഞ്ചസ്, കാര്യങ്ങൾ ഒരു പട്ടി സാധനം ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ സംഭവമൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ചിലപ്പോൾ നാളെ മറ്റന്നാൾ അങ്ങോട്ട് പോയിട്ട് അതൊക്കെ കൊടുക്കേണ്ടി വരും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 സൈറ്റുള്ളത് കാരണം തന്നെ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ വലിയ പൈസ പകുതി അഡ്വാൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ വർക്ക് തുടങ്ങുക. അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമ്മളൊരു വിശ്വാസമാണ്. പക്ഷെ അതെന്താ പ്രശ്നം എന്നറിയോ? അപ്പോൾ നമ്മൾ ഓരോരോ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചെയ്യും, ഇന്ന ബില്ല് പെൻഡിങ് ഉണ്ടോന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പെൻഡിങ് ആകുമ്പോൾ ഓൾറെഡി നല്ല പെൻഡിങ് ഉണ്ട് കേട്ടോ. അവിടെ SM ഹാർഡ്വെയർസ് എന്നാണ് ഞാൻ എടുക്കുന്നത് കൂടുതലും. എപ്കോസ് ലീക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കി നമ്മൾ വേറെ ഷോപ്പുകളിലും എടുക്കാറുണ്ട്. അപ്പോൾ മൂപ്പർക്ക് കുറച്ച് പൈസയും കൂടി കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്നേഹത്തിന്റെ പേരിൽ ഒരുപാട് പെൻഡിങ് ഉണ്ട് അവിടെ. എന്നാലും നമ്മൾ തരുന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ തന്നാണ്. അപ്പോൾ രാത്രി തന്നെ ഞാൻ എടുത്താണ്. കാരണം നാളെ എപ്പോൾ പോവും എന്ത് പോകുന്നറിയില്ല. എന്തായാലും വണ്ടി കാലിയായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എടുത്തല്ല വണ്ടി. അപ്പോൾ ഇന്നത്തെ ഓട്ടങ്ങളും നടന്നു. അതോടൊപ്പം തന്നെ എല്ലാ സാധനങ്ങളും, കിച്ചന്റെ എല്ലാ ആക്സസറീസും. കാരണം അത് ഒറ്റ സ്ട്രെസ്സിൽ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തലവേദന കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ജിപ്സും കാര്യങ്ങളൊക്കെ അവിടെ സൈറ്റിൽ പോയി ഇറക്കണം. അപ്പോൾ എന്തായാലും 8 മണിയായി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് കിട്ടാം.